പ്രേംചന്ദ് ജി കാ മൂൽ നാം ക്യാ ഹെ? പ്രേംചന്ദിന്റെ യഥാർത്ഥ പേര് എന്താണ്? ധൻപത് റായ് ശ്രീവാസ്തവ. പ്രേംചന്ദിന്റെ യഥാർത്ഥ പേര് ധൻപത് റായ് ശ്രീവാസ്തവ. 19 വിജയപാത പ്രസൻസ് प्रेमचंद प्रश्नोत्तरी स्पेशली सेलेक्टेड क्वेश्चंस फॉर यू। जो अभी तक ये चैनल को सब्सक्राइब नहीं किया है, आइए सब्सक्राइब कीजिए, चैनल को लाइक कीजिए और शेयर कीजिए। प्रेमचंद प्रश्नोत्तरी पर आप सभी लोगों को हार्दिक स्वागत। प्रेमचंद का जन्म कब हुआ था? प्रेमचंद എന്നാണ് ജനിച്ചത്? 1880 ജൂലൈ 31 1880 ജൂലൈ 31 പ്രേംചന്ദ് ജനിച്ചത്. പ്രേംചന്ദ് കാ ജനം കിസ് ഗാവ് മേ ഹുവാ ഥാ? പ്രേംചന്ദ് ഏത് ഗ്രാമത്തിലാണ് ജനിച്ചത്? വാരാണസി കെ പാസ് ലമഹി ഗാവ് മേ. വാരാണസിക്ക് സമീപമുള്ള ലമഹി ഗ്രാമത്തിലാണ് പ്രേംചന്ദ് ജനിച്ചത്. പ്രേംചന്ദ് കെ പിതാ കാ നാം ക്യാ ഥാ? പ്രേംചന്ദിന്റെ പിതാവിന്റെ പേര് എന്താണ്? അജായബ് റായ്. പ്രേംചന്ദ് കെ പിതാ കാ നാം അജായബ് റായ്. പ്രേംചന്ദിന്റെ പിതാവിന്റെ പേര് അജായബ് റായ് എന്നാണ്. പ്രേംചന്ദ് കി മാതാ കാ നാം ക്യാ ഥാ? പ്രേംചന്ദിന്റെ മാതാവിന്റെ പേര് എന്താണ്? ആനന്ദി ദേവി. പ്രേംചന്ദ് കി മാതാ കാ നാം ആനന്ദി ദേവി. ആനന്ദി ദേവി എന്നാണ് പ്രേംചന്ദിന്റെ മാതാവിന്റെ പേര്. प्रेमचंद को उपन्यास सम्राट की उपाधि किसने दी? പ്രേംചന്ദിന് ഉപന്യാസ് സമ്രാട്ട് എന്ന ബഹുമതി ആരാണ് നൽകിയത്? ശരത് ചന്ദ്ര ചട്ടോപാധ്യായ്. प्रेमचंद को उपन्यास सम्राट की उपाधि शरद चंद्र चट्टोपाध्याय ने दिया है. ശരത് ചന്ദ്ര ചട്ടോപാധ്യായാണ് പ്രേംചന്ദിന് ഉപന്യാസ് സമ്രാട്ട് അല്ലെങ്കിൽ നോവൽ ചക്രവർത്തി എന്ന ബഹുമതി നൽകിയത്. സൂർദാസ് മുൻഷി പ്രേംചന്ദ് കെ കിസ് ഉപന്യാസ് കാ നായക് ഹെ? സൂർദാസ് മുൻഷി പ്രേംചന്ദിന്റെ ഏത് നോവലിലെ കഥാനായകനാണ്? രംഗഭൂമി. സൂർദാസ് പ്രേംചന്ദിന്റെ രംഗഭൂമി എന്ന നോവലിലെ നായകനാണ്. പ്രേംചന്ദ് കെ കിസ് ഉപന്യാസ് മേ കിസാനോ കി സമസ്യ കാ മാർമിക് ചിത്രൺ മിൽത്താ ഹെ? പ്രേംചന്ദിന്റെ ഏത് നോവലിലാണ് കർഷകരുടെ പ്രശ്നങ്ങളുടെ ഹൃദയസ്പർശിയായ ചിത്രീകരണം ഉള്ളത്? ഗോദാൻ. ഗോദാൻ എന്ന നോവലിൽ കർഷകരുടെ പ്രശ്നങ്ങളുടെ ഹൃദയസ്പർശിയായ ചിത്രണം ഉണ്ട്. പ്രേംചന്ദ് കാ അപൂർണ ഉപന്യാസ് കൗൻസാ ഹെ? പ്രേംചന്ദിന്റെ അപൂർണമായ നോവൽ ഏതാണ്? മംഗൾസൂത്ര. പ്രേംചന്ദിന്റെ അപൂർണമായ നോവലിന്റെ പേരാണ് മംഗൾസൂത്ര. പ്രേംചന്ദ് കാ അപൂർണ ഉപന്യാസ് മംഗൾസൂത്ര കി പൂർത്തി കിസ്നെ കി? പ്രേംചന്ദിന്റെ അപൂർണമായ നോവൽ മംഗൾസൂത്ര പൂർത്തീകരിച്ചത് ആരാണ്? അമൃത് റായ്. പ്രേംചന്ദ് കാ പുത്ര. പ്രേംചന്ദിന്റെ മകനായ അമൃത് റായ് ആണ് പ്രേംചന്ദിന്റെ അപൂർണ നോവലായ മംഗൾസൂത്ര പൂർത്തീകരിച്ചത്. പ്രേംചന്ദ് കാ ഭാരതീയ ഗ്രാമീൺ ജീവൻ की വിഷമതാओं पर केंद्रित ഉപന്യാസ് കൗൻസാ ഹെ? പ്രേംചന്ദിന്റെ ഭാരതീയ ഗ്രാമീണ ജീവിതത്തിലെ വിഷമതകളെ കേന്ദ്രീകരിച്ചുള്ള ഉപന്യാസം നോവൽ ഏതാണ്? പ്രേമാശ്രം. പ്രേമാശ്രം എന്ന പ്രേംചന്ദിന്റെ നോവൽ ഭാരതീയ ഗ്രാമീണ ജീവിതത്തിന്റെ വിഷമതകളെ കേന്ദ്രീകരിച്ച് ആണ് എഴുതിയിട്ടുള്ളത്. പ്രേംചന്ദ് കി രചന സംഗ്രാം കിസ് വിധ കി ഹെ? പ്രേംചന്ദിന്റെ കൃതിയായ സംഗ്രാം ഏത് ഇനത്തിലുള്ള കൃതിയാണ്? നാടക്. സംഗ്രാം എന്ന പ്രേംചന്ദിന്റെ കൃതി നാടകമാണ്. അമർകാന്ത് പ്രേംചന്ദ് की किस राजनीतिक उपन्यास का नायक है? അമർകാന്ത് പ്രേംചന്ദിന്റെ ഏത് രാഷ്ട്രീയ നോവലിലെ നായകനാണ്? കർമ്മഭൂമി. കർമ്മഭൂമി എന്ന പ്രേംചന്ദിന്റെ നോവലിലെ കഥാപാത്രമാണ് അമർകാന്ത്.
प्रेमचंद की जीवनी कलम का सिपाही के लेखक कौन है? പ്രേംചന്ദിന്റെ ജീവചരിത്രമായ കലം കാ സിപാഹി എഴുതിയത് ആരാണ്? അമൃത് റായ്. പ്രേംചന്ദിന്റെ മകനായ അമൃത് റായ് ആണ് കലം കാ സിപാഹി എന്ന പേരിൽ പ്രേംചന്ദിന്റെ ജീവചരിത്രം എഴുതിയിട്ടുള്ളത്. പ്രേംചന്ദ് के किस उपन्यास में दहेज प्रथा एवं अनमेल विवाह की समस्या को उभारा गया है? പ്രേംചന്ദിന്റെ ഏത് നോവലിലാണ് സ്ത്രീധന സമ്പ്രദായത്തിന്റെയും തമ്മിൽ ചേരാത്ത വിവാഹത്തിന്റെയും പ്രശ്നങ്ങളെ ഉയർത്തിക്കാട്ടിയിട്ടുള്ളത്? നിർമ്മല. നിർമ്മല എന്ന നോവലിലാണ് ഇത്തരത്തിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. പ്രേംചന്ദ് ഘർ में നാമക് ജീവനി കിസ്നെ ലിഖി? പ്രേംചന്ദ് ഘർമേം എന്ന പേരിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രം ആരാണ് എഴുതിയത്? ശിവറാണി ദേവി പ്രേംചന്ദ് ജി കി പത്നി. പ്രേംചന്ദിന്റെ പത്നിയായ ശിവറാണി ദേവിയാണ് പ്രേംചന്ദ് ഘർമേം എന്ന പേരിൽ പ്രേംചന്ദിന്റെ ജീവചരിത്രം എഴുതിയിട്ടുള്ളത്. പ്രേംചന്ദ് ശുരുമേം ഉപന്യാസ് ലേഖൻ കിസ് നാം സേ കർത്തേ ഥേ? പ്രേംചന്ദ് ആരംഭത്തിൽ തൻ്റെ നോവലുകൾ ഏത് പേരിലാണ് എഴുതിയിരുന്നത്? നവാബ് റായ്. നവാബ് റായ് എന്ന പേരിലാണ് പ്രേംചന്ദ് ആദ്യകാലത്ത് രചന നടത്തിയിരുന്നത്. പ്രേംചന്ദിനെ കിസ്കി സലാഹ് പർ അപ്നാ നാം നവാബ് റായ് സെ ബദൽക്കർ പ്രേംചന്ദ് കർ ലിയാ ഥാ? പ്രേംചന്ദ് ആരുടെ ഉപദേശപ്രകാരമാണ് തൻ്റെ പേര് നവാബ് റായ് എന്ന് തൻ്റെ കൃതികളിൽ വെച്ചിരുന്നത് മാറ്റി പ്രേംചന്ദ് എന്ന് വെക്കാൻ തുടങ്ങിയത്? ദയാനാരായൺ നിഗം. ദയാനാരായൺ നിഗം എന്ന വ്യക്തിയുടെ ഉപദേശപ്രകാരമാണ് നവാബ് റായ് എന്ന പേര് മാറ്റി പ്രേംചന്ദ് എന്ന് കർത്താവിൻ്റെ പേര് വെക്കാൻ തുടങ്ങിയത്. അംഗ്രേസോं ने प्रेमचंद के किस कहानी संग्रह को ജപ്ത് കർ ലിയാ ഥാ? ബ്രിട്ടീഷുകാർ പ്രേംചന്ദിന്റെ ഏത് കഥാസമാഹാരമാണ് ജപ്തി ചെയ്തത്? സോസെ വതൻ. സോസെ വതൻ എന്ന കൃതി. പ്രേംചന്ദ് കെ ബച്ചെ കോൻ കോൻ ഥേ? പ്രേംചന്ദിന്റെ മക്കൾ ആരൊക്കെയാണ്? തീൻ ബച്ചെ ഥേ. ശ്രീപദ് റായ്, അമൃത് റായ്, കമലാദേവി ശ്രീവാസ്തവ്. 3 മക്കളാണ് പ്രേംചന്ദിനുള്ളത്. ശ്രീപദ് റായ്, അമൃത് റായ്, കമലാദേവി ശ്രീവാസ്തവ. പ്രേംചന്ദ് കാ ദേഹാന്ത് കബ് ഹോ ഗയാ? പ്രേംചന്ദിന്റെ ദേഹാന്ത്യം എന്നാണ് സംഭവിച്ചത്? 1936 അക്ടോബർ 8 में. 1936 ഒക്ടോബർ 8-നാണ് പ്രേംചന്ദിന്റെ ദേഹാന്ത്യം സംഭവിച്ചത്, അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. 19 വിജയപാത ചാനൽ को सब्सक्राइब कीजिए. प्रेमचंद की उर्दू में प्रथम उपन्यास कौन सी है? പ്രേംചന്ദിന്റെ ഉറുദുവിലെ ആദ്യ നോവൽ ഏതാണ്? ബാസാരെ ഹുസ്ൻ. ബാസാരെ ഹുസ്ൻ ആണ് പ്രേംചന്ദ് ഉറുദുവിൽ എഴുതിയ ആദ്യ നോവൽ. ബാസാരെ ഹുസ്ൻ नामक उपन्यास को प्रेमचंद ने हिंदी में अनुवाद करके क्या नाम दिया है? പ്രേംചന്ദ് ബാസാരെ ഹുസ്ൻ എന്ന ഉറുദു നോവൽ അദ്ദേഹം തന്നെ ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചത് ഏത് പേരിലാണ്? സേവാസദൻ. സേവാസദൻ എന്ന പേരിലാണ് അദ്ദേഹം ബാസാരെ ഹുസ്ൻ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചത്. प्रेमचंद का मूल रूप से हिंदी में लिखा हुआ प्रथम उपन्यास कौन सा है? പ്രേംചന്ദ് ആദ്യ രൂപം തന്നെ ഹിന്ദിയിൽ എഴുതിയ നോവൽ ഏതാണ്? ഹിന്ദിയിൽ തന്നെ അദ്ദേഹം എഴുതിയ ആദ്യ നോവൽ ഏതാണ്? കായാകൽപ്. കായാകൽപ് എന്ന നോവലാണ് ഹിന്ദിയിൽ തന്നെ അദ്ദേഹം ആദ്യമായി എഴുതിയത്. സേവാസദൻ ബാസാരെ ഹുസ്ൻ എന്ന ഉറുദു നോവലിന്റെ വിവർത്തനമാണ്. हिंदी में प्रकाशित होने वाला प्रेमचंद का पहला उपन्यास कौन था? ഹിന്ദിയിൽ പ്രകാശിതമായ പ്രേംചന്ദിന്റെ ആദ്യ നോവൽ ഏതാണ്? സേവാസദൻ. 1918 में. मूल रूप से उर्दू में इसका नाम
ബാസാരെ ഹുസ്ൻ. പ്രേംചന്ദ് കി പഹലി കഹാനി കാ നാം. പ്രേംചന്ദിന്റെ ആദ്യ കഥയുടെ പേര് മമത. മമത എന്നാണ് പ്രേംചന്ദിന്റെ ആദ്യ കഥയുടെ പേര്. प्रेमचंद ने अपने साहित्यिक जीवन के प्रारंभ काल में किस नाम से लिखते थे? പ്രേംചന്ദ് തന്റെ സാഹിത്യ ജീവിതത്തിലെ ആരംഭകാലത്ത് ഏത് പേരിലാണ് എഴുതിയിരുന്നത്? നവാബ് റായ്. നവാബ് റായ് എന്ന പേരിലായിരുന്നു പ്രേംചന്ദ് ആദ്യകാലത്ത് തന്റെ സാഹിത്യ രചന നിർവഹിച്ചിരുന്നത്. പ്രേംചന്ദ് ने किस भाषा में अपने साहित्य जीवन शुरू की? പ്രേംചന്ദ് ഏത് ഭാഷയിലാണ് തന്റെ സാഹിത്യ ജീവിതം ആരംഭിച്ചത്? ഉറുദു. ഉറുദു ഭാഷയിലാണ് പ്രേംചന്ദ് തന്റെ സാഹിത്യ ജീവിതം ആരംഭിച്ചത്. ഉൻകി പഹലി കഹാനി കി നാം ക്യാ ഹെ ജോ പ്രേംചന്ദ് നാം സെ പ്രകാശിത് ഹുവ? പ്രേംചന്ദ് എന്ന പേരിൽ തന്നെ എഴുതി പ്രകാശനം ചെയ്ത അദ്ദേഹത്തിന്റെ ആദ്യ കഥയുടെ പേര് എന്താണ്? ബഡേ ഘർ കി ബേട്ടി. ബഡേ ഘർ കി ബേട്ടി എന്ന കഥയാണ് പ്രേംചന്ദ് എന്ന പേരിൽ അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരിച്ച ആദ്യ കഥ. ബഡേ ഘർ കി ബേട്ടി കിസ് പത്രിക മേ പ്രകാശിത് ഹുവാ ഥാ? ബഡേ ഘർ കി ബേട്ടി എന്ന കഥ ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചു വന്നത്? ജമാന എന്നു പേരായ മാസികയിലാണ് ബഡേ ഘർ കി ബേട്ടി ആദ്യമായി അത് പ്രസിദ്ധീകരിച്ചത്. 1910 ഡിസംബർ അങ്ക് മേ. 1910 ഡിസംബർ ലക്കത്തിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. പ്രേംചന്ദ് കെ 300 से अधिक कहानियों का संग्रह को क्या नाम दिया है? പ്രേംചന്ദിന്റെ 300-ലധികം കഥകളുടെ സമാഹാര ഗ്രന്ഥത്തിന് എന്താണ് പേരിട്ടിരിക്കുന്നത്? മാനസ് സരോവർ. 8 ഭാഗോं में. മാനസ് സരോവർ എന്ന 8 ഭാഗങ്ങളായുള്ള കൃതിയാണ് പ്രേംചന്ദിന്റെ 300-ൽ കഥകളുടെ സമാഹാരമായിട്ടുള്ള കൃതി. മാനസ് സരോവർ എന്നാണ് അതിന് പേര്. നമക് കാ ദാരോഗ കിസ് വിധി കാ ഹൈ? നമക് കാ ദാരോഗ എന്ന രചന ഏത് ഇനത്തിൽപ്പെടുന്ന സാഹിത്യ ഇനത്തിൽപ്പെടുന്നതാണ്? കഹാനി. നമക് കാ ദാരോഗ എന്നത് ഒരു കഥയാണ്, കഥയുടെ പേരാണ്. പ്രേംചന്ദ് കെ किस उपन्यास को किसान जीवन का महाकाव्य कहा जाता है? പ്രേംചന്ദിന്റെ ഏത് നോവലിനെയാണ് കർഷക ജീവിതത്തിന്റെ മഹാകാവ്യം, കിസാൻ ജീവൻ കാ മഹാകാവ്യ എന്ന് പറയുന്നത്? ഗോദാൻ. പ്രേംചന്ദ് കെ ഗോദാൻ ഉപന്യാസ് കോ കിസാൻ ജീവൻ കാ മഹാകാവ്യ കഹാ ജാതാ ഹെ. കർഷക ജീവിതത്തിന്റെ മഹാകാവ്യം എന്ന് ഗോദാൻ എന്ന നോവലിനെയാണ് പറയുന്നത്. मदन गोपाल ने प्रेमचंद की जीवनी किस नाम से लिखी है? മദൻ ഗോപാൽ പ്രേംചന്ദിന്റെ ജീവചരിത്രം ഏത് പേരിലാണ് എഴുതിയിരിക്കുന്നത്? കലം കാ മസ്ദൂർ. കലം കാ മസ്ദൂർ. പേനയുടെ തൊഴിലാളി എന്ന അർത്ഥത്തിൽ കലം കാ മസ്ദൂർ എന്നാണ് മദൻലാൽ പ്രേംചന്ദിന്റെ ജീവചരിത്രത്തിന് പേര് നൽകിയത്. പ്രേംചന്ദ് की अंतिम कहानी कौन सी मानी जाती है? പ്രേംചന്ദ് की अंतिम कहानी कौन सी मानी जाती है? പ്രേംചന്ദിന്റെ അവസാനമായി എഴുതിയ കഥ എന്ന് കരുതപ്പെടുന്നത് ഏതാണ്? കഫൻ. കഫൻ എന്ന കഥയാണ് പ്രേംചന്ദ് അവസാനമായി എഴുതിയ കഥ. मैं एक मजदूर हूँ, जिस दिन मैं न लिखूं उस दिन मुझे रोटी खाने का अधिकार नहीं है. यह किसका कथन है? ഞാനൊരു തൊഴിലാളിയാണ് എന്ന് ഞാൻ എഴുതുന്നില്ലയോ അന്ന് എനിക്ക് അന്നം കഴിക്കാനുള്ള അവകാശമില്ല. ഇങ്ങനെ ആരാണ് പറഞ്ഞത്? മുൻഷി പ്രേംചന്ദ്. മുൻഷി പ്രേംചന്ദ് ने कहा है मैं एक मजदूर हूँ जिस दिन मैं न लिखूं उस दिन मुझे रोटी खाने का अधिकार नहीं है. किसान जीवन पर आधारित प्रेमचंद का पहला उपन्यास कौन सा है? കർഷക ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രേംചന്ദിന്റെ ആദ്യ നോവൽ ഏതാണ്? പ്രേമാശ്രം. പ്രേമാശ്രം ആണ് കർഷക ജീവിതത്തെ അടിസ്ഥാനമാക്കി പ്രേംചന്ദ് രചിച്ച ആദ്യ നോവൽ. दुनिया का सबसे अनमोल रतन नामक कहानी से प्रेमचंद ने दुनिया का सबसे अनमोल रतन की मान्यता किसको दी? ലോകത്തെ ഏറ്റവും അമൂല്യമായ രത്നം
ദുനിയ കാ സബ്സേ അൻമോൽ രത്തൻ എന്നു പേരായ അദ്ദേഹത്തിന്റെ കഥയിൽ പ്രേംചന്ദ് ലോകത്തെ ഏറ്റവും വിലമതിക്കാനാവാത്ത രത്നമായി കൽപ്പിച്ചിരിക്കുന്നത് ഏതിനെയാണ്? ജോ ഖൂൻ കാ വോ ആഖിരി ഖത്തര ജോ വതൻ കി ഹിഫാസത് മേ ഗിരെ. തന്റെ രാജ്യത്തിനായി ചൊരിയുന്ന അവസാനത്തെ തുള്ളി രക്തത്തെയാണ് അദ്ദേഹം ലോകത്തെ ഏറ്റവും അമൂല്യമായ രത്നം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ദുനിയ കാ സബ്സേ അൻമോൾ രത്തൻ കിസ് കഹാനി സംഗ്രഹ് മേ സങ്കലിത് ഹെ. ദുനിയ കാ സബ്സേ അൻമോൾ രത്തൻ എന്നു പേരായ കഥ ഏത് കഥാസമാഹാരത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സോജേ വതൻ നാമക് കഹാനി സംഗ്രഹ് മേ ദുനിയ കാ സബ്സേ അൻമോൽ രത്തൻ കഹാനി സങ്കലിത് ഹെ. സോസേ വതൻ എന്ന കഥാസമാഹാരത്തിലാണ് ഈ കഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹിന്ദി സാഹിത്യ മേ പ്രേംചന്ദ് യുഗ് കി സമയാവധി കിത്തന ഹെ. ഹിന്ദി സാഹിത്യത്തിൽ പ്രേംചന്ദ് യുഗം എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏതാണ്? 1918 से 1936 തക്. 1918 മുതൽ 1936 വരെയുള്ള കാലമാണ് ഹിന്ദി സാഹിത്യത്തിൽ പ്രേംചന്ദ് യുഗം എന്നറിയപ്പെടുന്നത്. ജ്യാദ ജാൻകാരി ജ്യാദ പ്രശ്നോത്തരി 19 വിജയപാത.